മുന്നേറിടാം യേശുവിൻ സാക്ഷികളായി. അവനല്ലോ ജീവനെ നൽകിയത്, ഭയമിനി വേണ്ടതില്ല. എഴുന്നേൽക്കാം, നാം മുന്നേറിടാം യേശുവിൻ സാക്ഷികളായി. അവനല്ലോ ജീവനെ നൽകിയത്, ഭയമിനി വേണ്ടതില്ല. അവൻ വിശ്വസ്തനാകും ദൈവമല്ലോ, താങ്ങി നമ്മെ നടത്തും. അവൻ വീരനം നാഥൻ കരുതുമെന്നേക്കും, പാടി വാഴ്ത്തിടാം അവനെ എന്നും. അവൻ വീരനം നാഥൻ കരുതുമെന്നേക്കും, പാടി വാഴ്ത്തിടാം അവനെ എന്നും. ക്രൂശിതനായി കർത്തൻ കാൽവരിയിൽ ജീവനെ നൽകിയതാ, ത്യാഗത്തെ ഓർത്തിടാമെന്നുമെന്നും. അവനല്ലോ രക്ഷയൻ പാറ. ക്രൂശിതനായി കർത്തൻ കാൽവരിയിൽ ജീവനെ നൽകിയതാ, ത്യാഗത്തെ ഓർത്തിടാമെന്നുമെന്നും. അവനല്ലോ രക്ഷയൻ പാറ. അവൻ വിശ്വസ്തനാകും ദൈവമല്ലോ, താങ്ങി നമ്മെ നടത്തും. അവൻ വീരനം നാഥൻ കരുതുമെന്നേക്കും, പാടി വാഴ്ത്തിടാം അവനെ എന്നും. അവൻ വീരനം നാഥൻ കരുതുമെന്നേക്കും, പാടി വാഴ്ത്തിടാം അവനെ എന്നും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം നമ്മളെ അനുഗ്രഹിച്ചതിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രാകാരങ്ങളിൽ പാർക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ ആകർഷിച്ചടിപ്പിച്ചതിനായി നന്ദി പറഞ്ഞ് ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് കടന്നു വരാം. പ്രിപ്പയർ യുവർ ഫീറ്റ് ഫോർ ദ ഗോസ്പൽ ഓഫ് പീസ്. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കുവിൻ. സ്നേഹവാനായ പിതാവേ, അവിടുന്ന് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന ശ്രദ്ധ വെച്ച് കേട്ട് ആ വചനപ്രകാരം വീണ്ടും ഞങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ ഹിതപ്രകാരം ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ തന്നെ കരങ്ങളിൽ തരുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന സ്വർഗീയ സന്ദേശം ശ്രദ്ധ വെച്ച് കേൾക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കും. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദിയപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കുവിൻ. ആമേൻ. വിശുദ്ധ പൗലോസ് എഫെസുസാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ കർത്താവിന്റെ 6 സർവായുധ വർഗങ്ങളിൽ ഒന്നായി സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ലോകം സാത്താന്റെ അധീനതയിൽ കിടക്കുന്നു എന്നും സാത്താൻ അവരെ വീഴ്ത്തേണമെന്നും കരുതി അലറുന്ന സിംഹത്തെ പോലെ അലഞ്ഞു നടക്കുന്നുവെന്ന് വചനം പറയുന്നു. സാത്താൻ വരുന്നത് നമ്മെ അറുക്കുവാനും നമ്മുടെ സന്തോഷം മോഷ്ടിപ്പാനും ആണ്. യേശു ഭൂവിൽ മനുഷ്യപുത്രനായി പിറന്നത് സർവ്വജനത്തിനും മഹാസന്തോഷം നൽകിക്കൊണ്ടാണ്. ദൈവത്തിന്റെ വചനം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-11 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കാം. The angel said to them, "Don't be afraid. I have some very good news for you. News that will make everyone happy. Today your Savior was born in David's town. He is the Messiah, the Lord." ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശു ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയത് ലോകം നൽകാത്തതായ കർത്താവിന്റെ സമാധാനം നമുക്ക് നൽകിക്കൊണ്ടാണ് എന്ന് നമ്മൾ മറന്നുപോകരുത്. വചനം പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14 വേഴ്സ് 27. I leave you peace. It's my own peace I give you. I give you peace in different way than the world does. So don't be troubled. Do not be afraid. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. ഇന്ന് ഭൂരിഭാഗം ആൾക്കാരും കലഹവും അസമാധാനവും വിതയ്ക്കുന്നവരാണ്. വിദ്വേഷവും ഗർവവും വച്ച് പുലർത്തുന്നവരാണ്.
ഒരു ചെറിയ തീ മതി വലിയൊരു കാട് കത്തിച്ചു കളയാനായിട്ട്, വലിയ വനത്തെ ഇല്ലാതാക്കാനായിട്ട് ഒരു തരി തീ മാത്രമാണ്. മനുഷ്യർ തമ്മിലുള്ള കലഹവും ഇത്തരത്തിലുള്ളതാണ്. എവിടെ നിന്നാണ് തീപ്പൊരി വീഴുന്നതെന്നറിയില്ല. തുടക്കം വെറും നിസ്സാരമായിരിക്കാം. ഒരു വാക്കിൽ വന്ന പിഴയോ അല്ലെങ്കിൽ പ്രവൃത്തിയിൽ വന്ന അശ്രദ്ധയോ ഒക്കെ ആയിരിക്കാം. ഒരുപക്ഷെ ദുരുദ്ദേശമൊന്നും കാണുകയില്ല. പക്ഷേ ജീവാവസ്ഥയിൽ രൂപം പ്രാപിച്ച് അമർഷം, വിദ്വേഷവും വൈരാഗ്യവുമായി മാറ്റം പ്രാപിക്കുന്നു. അതിനാൽ മനുഷ്യരിൽ അസമാധാനം ഉണ്ടാക്കുന്ന ഒരു വാക്ക് പോലും നാം സംസാരിക്കരുത്. ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സ് 5 and 6. It's the same with our tongue. It's a small part of the body, but it can boast about doing great things. A big forest fire can be started with only a little flame. The tongue is like a fire. It's a world of evil among the parts of our body. It spreads its evil through our whole body and starts a fire that influences all of life. It gets this fire from hell. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവവും എങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. ഇന്ന് 3 കൂട്ടരെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാം. ഒരു കൂട്ടർ എവിടെയെങ്കിലും വിദ്വേഷത്തിന്റെയോ വൈരാഗ്യത്തിന്റെയോ ലാഞ്ചന കണ്ടാൽ അവിടെ ഓടിയെത്തി എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കും പോലെ കലഹവും വിദ്വേഷവും ആളിക്കത്തിക്കുന്നവരാണ്. മറ്റൊരു കൂട്ടരുണ്ട്, ആരെങ്കിലും വഴക്കിട്ട് തമ്മിലടി നശിക്കുന്നെങ്കിൽ നശിച്ചു കൊള്ളട്ടെ, തങ്ങൾക്ക് എതിരില്ല, തങ്ങൾക്കൊന്നുമില്ല എന്ന ഭാവത്തിൽ മാറിക്കളയുന്നവരാണ്. അപൂർവമായെങ്കിലും മൂന്നാമതൊരു കൂട്ടരുണ്ട്. വ്യക്തിപരമായ ബന്ധങ്ങളിൽ ഉരച്ചിലുകളോ സംഘർഷങ്ങളോ ഉണ്ടായാൽ അവിടെ കടന്നെത്തി സമാധാനവും അനുരഞ്ജനയും കൈവരുത്തുവാൻ ശ്രമിക്കുന്നവർ, സാക്ഷാൽ ദൈവമക്കളായി തീരുന്നവർ. യേശു അവരെ കുറിച്ച് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. Matthew's Gospel chapter 5 verse 9. Great blessings belong to those who work to bring peace. God will call them his sons and daughters. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. വിദ്വേഷത്തിന്റെയും കലഹത്തിന്റെയും അഗ്നി കത്തിജ്വലിപ്പിക്കുന്നവരാകാതെ ഊതിക്കെടുത്തുവാൻ ശ്രമിച്ച് ദൈവപുത്രന്മാരും പുത്രികളുമായി സ്വർഗരാജ്യത്തിന് അവകാശികളാകുവാൻ നമുക്ക് ഏറെ പരിശ്രമിക്കാം. ഈ ചിന്തകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി സ്തോത്രം. ഇന്ന് അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന വചനം ശ്രവിച്ച ഓരോ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങൾ സമാധാന പാലകരായി ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളിലും സ്തോത്രം സമാധാന പാലകരായി ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. സ്തോത്രം. സമാധാന പ്രഭുവായ കർത്താവേ, ഇന്ന് ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ആവശ്യം അവിടുത്തെ സമാധാനമാണ്. സ്തോത്രം. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്തോത്രം. ഇന്ന് മാനവരാശി ദാഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും ആർത്തിയോടെ കാത്തിരിക്കുന്നതും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനമാണ്. അവിടുന്ന് ആ സമാധാനം ഈ ഭൂമിയിലുള്ള മാനവരാശിക്ക് ഹല്ലേലൂയ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. സമാധാനം നഷ്ടപ്പെട്ട് ഭൂമിയിൽ അലയുന്ന കോടിക്കണക്കിന് ജനങ്ങളുണ്ടപ്പ, അവരെല്ലാം ഈ സമയത്ത് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ കെടുതിയിൽ സ്തോത്രം ഹൃദയം നുറുങ്ങി ശാരീരികമായി വേദന അനുഭവിക്കുന്നവരുണ്ട്, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട്. സ്തോത്രം കർത്താവ്. ഈ സമയത്ത് യുദ്ധത്തിന്റെ കെടുതിയിലായിരിക്കുന്ന യുക്രൈനെയും റഷ്യയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ രാജ്യങ്ങളുടെ നേതാക്കന്മാരുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ കർത്താവേ. ഓ സ്തോത്രം, 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 സ്തോത്രം. അവിടുത്തെ അത്ഭുതത്തിന്റെ കരം ആ രാജ്യങ്ങളുടെ മേൽ വയ്ക്കണമേ. ആ രാജ്യങ്ങളിൽ മാത്രമല്ല കർത്താവെ സമാധാനമില്ലാതെ കണ്ട് ഹല്ലേലൂയ വീർപ്പുമുട്ടുന്ന മറ്റനവധി രാജ്യങ്ങൾ ഈ ഭൂമിയിലുണ്ടല്ലോ. ആ രാജ്യങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. ഇന്ത്യ സമാധാന പ്രഭുവായ അങ്ങയെ അംഗീകരിക്കുന്ന ഒരു രാജ്യമായി മാറട്ടെ. ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സംസ്ഥാനത്തിലുള്ള ലീഡേഴ്സിനെ സമർപ്പിക്കുന്നു കർത്താവേ. വിശേഷാൽ കർണാടകത്തെയും
തമിഴ്നാടിനെയും കേരളത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വരുന്ന ഇലക്ഷനെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗവൺമെന്റ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസിന്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരുന്നതിനായി സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മക്കൾ സമാധാന പാലകരാകട്ടെ. സ്തോത്രം. ദുഷ്ടൻ അവരുടെ മേൽ കൈവയ്ക്കാതെ, അവരുടെ ബുദ്ധിമണ്ഡലത്തെ തൊടാതെ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി ജീവിക്കുവാൻ, മാതാപിതാക്കളെ അനുസരിക്കുകയും സ്നേഹിക്കുകയും ടീച്ചേഴ്സിനെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തലമുറകളായി മാറട്ടെ എന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ. അവിടുന്ന് സൗഖ്യദായകനാനപ്പ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും കൊടുത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിന്തുടരാം താതൻ പാതയെ നാം അനുദിനം മറന്നിടാതെ. ചേർത്തിടുമേ നമ്മെ ഒരു ദിവസം സ്വർഗീയ ഭവനമതിൽ. പിന്തുടരാം താതൻ പാതയെ നാം അനുദിനം മറന്നിടാതെ. ചേർത്തിടുമേ നമ്മെ ഒരു ദിവസം സ്വർഗീയ ഭവനമതിൽ. അവൻ വിശ്വസ്തനാകും ദൈവമല്ലോ, താങ്ങി നമ്മെ നടത്തും. അവൻ വീരനം നാഥൻ, കരുതുമെന്നേക്കും പാടി വാഴ്ത്തിടാം അവനെ എന്നും. അവൻ വീരനം നാഥൻ, കരുതുമെന്നേക്കും പാടി വാഴ്ത്തിടാം അവനെ എന്നും. എഴുന്നേൽക്കാം നാം മുന്നേറിടാം യേശുവിൻ സാക്ഷികളായി. അവനല്ലോ ജീവനെ നൽകിയത്, ഭയമിനി വേണ്ടതില്ല.